12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന വേരിയേഷൻ എന്ന ചാപ്റ്ററാണ്. നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൽ തുടങ്ങി. പിന്നെ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എത്തി നിന്നത് മെൻഡലിൻ്റെ തിയറിയിൽ നിന്നും എന്തൊക്കെ രീതിയിലാണ് പിന്നീടുള്ള എക്സ്പെരിമെൻറ്റ്സ് വ്യത്യാസം വന്നത്, അല്ലേ? മെൻഡലിന് ശേഷമുള്ളവർ ചെയ്തപ്പോൾ അതേ റേഷ്യോസ് ആവർത്തിച്ചില്ല, അത് എല്ലാ പ്ലാന്റ്സിലും എല്ലാ ആനിമൽസിലും. അപ്പോൾ കുറച്ച് വേരിയേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ആ വേരിയേഷൻസ് അല്ലെങ്കിൽ എക്സെപ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡോമിനൻസിൻ്റെ ഒരു വേരിയേഷനായ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതായത് സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ മിറാബിലിസ് പോലുള്ള പ്ലാന്റ്സിൽ ഒരു റെഡ് ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവറും ക്രോസ് ചെയ്യുമ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള റെഡ് ഫ്ലവറാണ് നമ്മൾ F1 ഓസ്പ്രിങ്ങിൽ പ്രതീക്ഷിച്ചതെങ്കിലും എന്താ കിട്ടിയത്? ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറായ പിങ്ക് കളർ കിട്ടി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു റെഡ് കളറിൻ്റെ അല്ലീൽ വൈറ്റ് കളറിൻ്റെ അല്ലീലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല, പകരം എന്താ പാർഷ്യൽ ഡോമിനൻസേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഒരു പുതിയ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫീനോടൈപ്പിക് എക്സ്പ്രഷനാണ് അവിടെ വന്നത്. അപ്പോൾ അത് മെൻഡലിൻ്റെ നിന്ന് വ്യത്യാസമല്ലേ? അതെ. അപ്പം മെൻഡലിൻ്റെ ലോ ഓഫ് ഡോമിനൻസ് എന്ന തിയറിയിൽ നിന്ന് ഒരു വ്യത്യാസം നമ്മൾ അവിടെ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഡിഫറൻസസിനെ കുറിച്ചാണ്. മെൻഡലിൻ്റെ തിയറീസിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ് വ്യത്യാസപ്പെടുന്നത്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീനാണ്. ഓക്കെ, എല്ലാ ക്യാരക്ടറും കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. സോ ബ്ലഡ് ഗ്രൂപ്പും ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ജീനിൻ്റെ പേര് ഐ ജീൻ എന്നാണ്. നമുക്ക് എത്ര തരം ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്? 4 ടൈപ്പ്, അല്ലേ? കോൾ ലാൻസ്റ്റീനർ എന്ന സയൻറ്റിസ്റ്റ് ഗ്രൂപ്പ് ചെയ്തതനുസരിച്ച് നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്സ് ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് എ, ബ്ലഡ് ഗ്രൂപ്പ് ബി, എ ബി, ഒ. ഒരാൾക്കൊരു ബ്ലഡ് ഗ്രൂപ്പേ ഉള്ളൂ, പക്ഷെ ഒരു പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ടൈപ്പ് കാണും. എങ്ങനെയാണ് ഈ 4 ടൈപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? RBCയുടെ പുറത്തുള്ള ഒരു ആൻറ്റിജനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 4 ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എന്താ? വേറൊന്നുമല്ല, അതൊരു ഷുഗറാണ്, ഒരു പോളിസാക്കറൈഡ്. പക്ഷേ അതിനോട് പ്രോട്ടീൻ അസോസിയേറ്റഡ് ആണ്. സോ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയാം. സോ ഡിഫറെൻറ്റ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഐജീൻ. ഇപ്പോൾ ഏത് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണോ ബ്ലഡ് ഗ്രൂപ്പ് RBCയുടെ പുറത്തുള്ളത് അതാണ് ബ്ലഡിൻ്റെ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പം ഈ ഷുഗറാണ് പ്രസൻ്റ് എങ്കിൽ എന്താണിത്? ഇതൊരു എ ടൈപ്പ് ആണെന്ന് വെച്ചോളൂ, എ ആൻറ്റിജൻ. സോ വാട്ട് ഇസ് എ ബ്ലഡ് ഗ്രൂപ്പ്? എ ബ്ലഡ് ഗ്രൂപ്പ്. വേറെ ഒരെണ്ണം നോക്കാം. ഇതിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ്, ഞാൻ വെറുതെ ഇങ്ങനെ ഷേപ്പ് മാറ്റി വരയ്ക്കുന്നതേ ഉള്ളൂ. ഇത് വേറൊരു ടൈപ്പ് ആൻറ്റിജൻ പ്രൊഡ്യൂസ്ഡ് ബൈ IG. സോ ഇതിൻ്റെ പേരെന്താണ്? ഒരു ബി ടൈപ്പ് നമുക്ക് കൊടുക്കാം. ഇത് എ, ഇത് ബി, ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബി ബ്ലഡ് ഗ്രൂപ്പ്. സോ എ ടൈപ്പ് ആൻറ്റിജൻ ഉണ്ടെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ടൈപ്പ് ആൻറ്റിജൻ ഉണ്ടെങ്കിലോ ബി ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഈ ബി ആൻറ്റിജനും എ ആൻറ്റിജനും രണ്ടും ഒരാൾക്ക് വരാം. അങ്ങനെ വന്നാൽ നമുക്ക് ഇനി എന്ത് വിളിക്കാം? എ ബി ബ്ലഡ് ഗ്രൂപ്പ്. 4ാമത്തെ ടൈപ്പ് എന്താ? ആൻറ്റിജനേ ഇല്ല, അപ്പോൾ അതിനെ ഒന്നും ചെന്താ 0 നിൽ. ഓക്കെ, O ഗ്രൂപ്പ് എന്നും പറയാം. സോ ആൻറ്റിജനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് ആൻറ്റിബോഡി ഉള്ളത് നമുക്കറിയാം, അല്ലേ? ക്ലാസ് 11 നിങ്ങൾ പഠിച്ചു ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. എ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ പ്ലാസ്മയിൽ ബി ആൻറ്റിബോഡി, ബി ആൻറ്റിജൻ ഉണ്ടെങ്കിൽ പ്ലാസ്മയിൽ എ ആൻറ്റിബോഡി, എ ബി ഉണ്ടെങ്കിൽ പ്ലാസ്മയിൽ നോ ആൻറ്റിബോഡി, O ആണെങ്കിൽ പ്ലാസ്മയിൽ എ ആൻഡ് ബി. ഓക്കെ, ഇതാണ് നമുക്കിവിടെ വേണ്ടത്. ബ്ലഡ് ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ അതിൻ്റെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ ആൻറ്റിജൻ ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലീൽസ് നോക്കാം. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞു, അല്ലേ? ഫ്ലവർ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഫ്ലവർ കളർ ആണെങ്കിൽ വയലറ്റ് ആൻഡ് വൈറ്റ്. എത്ര അല്ലീൽസ് ഉണ്ട് ജീനിന്? ഫ്ലവർ കളർ ജീനിന് 2 അല്ലീൽസ്, ഈതർ ക്യാപിറ്റൽ V ഓർ സ്മോൾ v. ഹൈറ്റ് എടുത്തപ്പോഴോ ക്യാപിറ്റൽ T സ്മോൾ t, 2 അല്ലീൽ. ഷേപ്പ് എടുത്തപ്പോഴോ റൗണ്ട് ഓർ റിങ്കിൾഡ്. കളർ എടുത്തപ്പോഴോ യെല്ലോ ഓർ ഗ്രീൻ. മെൻ്റൽ പഠിച്ച എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ജീനിന് എത്ര അല്ലീലേ ഉണ്ടായിരുന്നുള്ളൂ? 2 അല്ലീലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീൻ ഏതാ? ഐ ജീൻ. ഈ ഐ ജീനിന് ഒരു അല്ലീലിൻ്റെ പേര് IA. IA എന്ന് പറഞ്ഞാൽ എന്താ? എ ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലീൽ. ഇനി 2ാമത്തെ ടൈപ്പോ IB. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബി ആൻറ്റിജൻ. 3ാമതൊരെണ്ണം ഉണ്ട്, കാരണം ഇതിൽ ഏത് വന്നാലും ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആയി പോകും. അപ്പോൾ O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഒരു ഡിഫറൻസ് വേണ്ടേ?
അവർക്കുള്ളത് ഒരു സ്മോൾ ലെറ്റർ ആയി. നമുക്കറിയാം സ്മോൾ ലെറ്റർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? റിസസീവ് അല്ലീൽസിന് അല്ലേ? അല്ലെങ്കിൽ ചിലയിടത്ത് നമ്മൾ IO എന്നും ഉപയോഗിക്കാറുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്മോൾ ഐ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണുള്ളത്? IA, IB, സ്മോൾ ഐ. എത്ര അല്ലീൽസ് ഉണ്ട്? 3 അല്ലീൽസ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ജീനിന് എത്ര അല്ലീലേ ഉണ്ടായിരുന്നുള്ളൂ? 2 അല്ലീൽസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബ്ലഡ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഒരു ഡിഫറൻസ്, 2ൽ കൂടുതൽ അല്ലീൽസ് ഉണ്ട് അല്ലേ? ഇങ്ങനെ പലയിടത്തും ഉണ്ട്. ചില ക്യാരക്ടേഴ്സിന് 3 അല്ല ഒരേ ക്യാരക്ടർ വരാം. അപ്പം 3 അതിൽ കൂടുതലോ അല്ലീൽസ് ഒരു ജീനിന് വന്നാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ അല്ലീൽസ്. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മെനി അല്ലേ? കുറേ അല്ലീൽസ് ഒരു ജീനിനുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാം? മൾട്ടിപ്പിൾ അല്ലീൽസ്. സാധനം ഒന്നിൽ കൂടുതലിൻ്റെ നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയും. പക്ഷെ നമുക്കറിയാം ഇവിടെ നോർമൽ കേസ് തന്നെ 2 എണ്ണം കാണും അല്ലേ? അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? 2ൽ കൂടുതൽ അല്ലീൽസ് ഒരു ജീനിനുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അല്ലീൽസ്. ആ കണ്ടീഷനെയാണ് പറയുന്നത് മൾട്ടിപ്പിൾ അല്ലിലിസം. So human blood group is an example of multiple allelism because the blood group gene I has got 3 alleles, IA, IB and small letter I. ഇനി ഈ അല്ലീൽസ് എങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇഫ് എ പേഴ്സൺ ഹാസ് എ ബ്ലഡ് ഗ്രൂപ്പ്, എ ഗ്രൂപ്പ് പേഴ്സൺ ആണെങ്കിൽ ഹി ക്യാൻ ബി ഇതർ ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ്. സോ ഹോമോസൈഗസ് ആണെങ്കിൽ എങ്ങനെ വരും? IA, IA. നിങ്ങൾ ഈ എ എഴുതുമ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. IA, IA. ഇതാണ് ഹോമോസൈഗസ്. ഇനി ഹെറ്ററോസൈഗസും ആകാം. എങ്ങനെയാ? IA, സ്മോൾ ഐ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാകാം? IA ഒരു ഡോമിനൻറ്റും സ്മോൾ ഐ ഒരു റിസസീവ് അല്ലീലാണ്. അപ്പോൾ ഏത് എക്സ്പ്രസ് ചെയ്യുള്ളൂ? ഡോമിനൻ്റ് അല്ലീൽ. ഇവിടെ ലോ ഓഫ് ഡോമിനൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡോമിനൻ്റ് അല്ലീൽ ഈ സപ്രസിംഗ് ദ എക്സ്പ്രഷൻ ഓഫ് എ റിസസീവ് അല്ലീൽ. ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് ആൾക്കാരിലാണെങ്കിലോ അവർക്കും ഹോമോസൈഗസ് ആകാം. IB, IB. ഡൗട്ട് ഒന്നുമില്ല, അവരെന്താണ്? ബി ബ്ലഡ് ഗ്രൂപ്പാണ്. പക്ഷേ അവർക്കും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരാം. ഹെറ്ററോസൈഗസിൽ എങ്ങനെ വരും? IBയും ഒരു സ്മോൾ ഐ. ഇവിടെയും IB ഡോമിനൻ്റ് ആയി, അതുകൊണ്ടല്ലേ ബി എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ? ബി ബ്ലഡ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്ത് വേണം? ബി ഷുഡ് ഡോമിനേറ്റ് ഐ. ഐക്ക് എക്സ്പ്രഷൻ ഒന്നും പാടില്ല. റിസസീവ് എന്ന് പറയുന്നത് എന്താ? ആബ്സെൻസ് ഓഫ് എക്സ്പ്രഷൻ. അപ്പോൾ ഓ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? സ്മോൾ ഐ, സ്മോൾ ഐ. ബിക്കോസ് 2 റിസസീവ് അല്ലീൽസ് ആർ ദെയർ, ആബ്സെൻസ് ഓഫ് ഡോമിനൻ്റ് അല്ലീൽസ് മേക്കിംഗ് ഇറ്റ് റിസസീവ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 4ാമത്തെ ആളാരാ? AB ബ്ലഡ് ഗ്രൂപ്പ്. AB ബ്ലഡ് ഗ്രൂപ്പ് ആളുകൾക്ക് എന്താ അല്ലീൽ? IA, IB. അവരുടെ ജീനോടൈപ്പ് എന്താണ്? IA ആൻഡ് IB. ഒരു IA ഉണ്ട്, ഒരു IB ഉണ്ട്. പക്ഷേ ഇവരിൽ ആരപ്പോൾ എക്സ്പ്രസ് ചെയ്യും? വഴക്കുണ്ടാവില്ലേ? ഇതും ഡോമിനൻ്റ്, ഇതും ഡോമിനൻ്റ്. പക്ഷെ അവർ വഴക്കൊന്നും ഉണ്ടാക്കില്ല. A അതിൻ്റെ ജോലി ചെയ്യും, A ആൻറ്റിജൻ ഉണ്ടാക്കും. B അതിൻ്റെ ജോലി ചെയ്യും, B ആൻറ്റിജനും ഉണ്ടാക്കും. അപ്പോൾ എന്താ? വഴക്കില്ല. 2 ഡോമിനൻ്റ് അല്ലീൽസും എക്സ്പ്രസ് ടുഗെദർ. സോ നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ, AB ബ്ലഡ് ഗ്രൂപ്പിനെ നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാം, കോഡോമിനൻസ്. ഓക്കെ, കോ മീൻസ് വാട്ട്? ടുഗെദർ, കോഓപ്പറേഷൻ. നമ്മൾ പറയില്ലേ കോ മീൻസ് ടുഗെദർ. ഡോമിനൻറ്റ്, 2 ഡോമിനൻറ്റ് അല്ലീൽസ് ഒന്നിച്ചിരുന്ന് എക്സ്പ്രസ് ആവുന്നു. So when 2 dominant alleles express together, that condition is called codominance, and typical example is AB blood group in human beings. ഇനി ഇവിടെ കോഡോമിനൻസ് വരുമോ? ഇല്ല അല്ലേ? ഇവിടെ എന്താ വന്നത്? ഡോമിനൻസ്, ലോ ഓഫ് ഡോമിനൻസ്. ലൈക്ക് വയലറ്റ് വൈറ്റ് വന്നപ്പോൾ വയലറ്റ് വന്നതുപോലെ. ഓർ ഇവിടെയോ? ഇവിടെയും ലോ ഓഫ് ഡോമിനൻസ്. ഇവിടെയും ലോ ഓഫ് ഡോമിനൻസ് ആയിരിക്കും, കാരണം റിസസീവിന് എക്സ്പ്രഷനില്ലല്ലോ. ബട്ട് ഇവിടെ എന്താ വന്നത്? കോഡോമിനൻസ്. 2 ഡോമിനൻ്റ് അല്ലീൽസ് എക്സ്പ്രസ് ടുഗെദർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ്? ഒന്ന് ഡോമിനൻസ്. എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും കംപ്ലീറ്റ്ലി ഡോമിനൻറ്റ്, or A allele and B alleles are completely dominant over small letter I, so it shows complete law of dominance. Whereas only in AB blood group 2 dominant alleles are expressing together, that is called a codominance. And also blood group shows multiple allelism because one gene has more than 2 alleles, so it is example of multiple allelism. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി ഒരാളിൽ എത്ര അല്ലീൽസ് കാണും? 2 അല്ലേ കാണുള്ളൂ, കാരണം നമ്മുടെ 2 ക്രോമസോമിലും ബ്ലഡ് ഗ്രൂപ്പിനുള്ള ഓരോ അല്ലീൽ കാണും. അപ്പോൾ ഒരാൾക്ക് ഇതാകാം, സോ ടോട്ടൽ ബ്ലഡ് ഗ്രൂപ്പിന് എത്ര അല്ലീൽസ്, എത്ര ജീനോടൈപ്പ് പോസിബിൾ ആണ്? 6 ജീനോടൈപ്സ് ആണ് പോസിബിൾ. ഒരാളിൽ ഒരു സമയം 2 അല്ലീൽസ് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ പറയില്ലേ മൾട്ടിപ്പിൾ അല്ലീൽസ്, അത് നമ്മൾ എങ്ങനെയാണ് പറയണേ?
ഇറ്റ്സ് നോട്ട് ഫോർ വൺ ഇൻഡിവിജ്വൽ. എപ്പോഴും ഓർത്തോളണം, ഒരു പോപ്പുലേഷൻ പഠിക്കുമ്പോഴേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഒരാളെ നോക്കിയാൽ നമുക്ക് 2 അല്ലീലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും ചേട്ടൻ്റെയും എല്ലാവരുടെയും കൂടി എടുത്ത് നമ്മളൊരു ഫാമിലിയിൽ നോക്കുവാണെങ്കിലോ നമുക്ക് ഡിഫറെൻറ്റ് അല്ലീൽസ് കിട്ടും, പ്രൊവൈഡഡ് ദേ ആർ ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ്. അതല്ലെങ്കിലോ നമുക്കൊരു പോപ്പുലേഷൻ നോക്കാം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്ത് നോക്കൂ. ഓരോരുത്തർക്ക് 2 അല്ലീൽ വരില്ലേ? അപ്പോൾ നോക്കുമ്പോൾ ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് അല്ലീൽസ് കാണാം? 3 different types of alleles കാണാം. Okay, so multiple allelism can be studied only in a population because individual can have only 2 alleles. ഇനി നമുക്ക് ചെറുതായിട്ട് ഈ ഡോമിനൻസും ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോഡോമിനൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ഇത് മൂന്നും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡോമിനൻസ് നമ്മൾ മെൻ്റലിൻ്റെ പി പ്ലാന്റ് എക്സ്പെരിമെൻറ്റ് പഠിച്ച എല്ലാം എന്തിന് എക്സാമ്പിളാണ്? ലോ ഓഫ് ഡോമിനൻസ് അല്ലേ? അവിടെ നമ്മൾ വയലറ്റ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വയലറ്റ്. ഈ വയലറ്റ് ആരെ പോലെയാ? one of the parents, dominant parent പോലെ ഇരിക്കും അല്ലേ? സോ റിസംബിൾസ് one of the parents. The F1 offsprings resemble one of the parents. അതാണ് ലോ ഓഫ് ഡോമിനൻസ്. ഇനി ഇൻകംപ്ലീറ്റ് ഡോമിനൻസി വന്നപ്പോഴോ ഒരു റെഡ് ഫ്ലവറിനെ ക്രോസ് റെഡ് ഇസ് ഡോമിനൻറ്റ്, റെഡിനെ നമ്മൾ വൈറ്റുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പം നമുക്ക് എന്താ കിട്ടിയേ? പിങ്ക്. പിങ്ക് എന്നുള്ളത് പേരൻ്റൽ ജനറേഷനിലുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അതൊരു ന്യൂ എക്സ്പ്രഷനാണ്. റിസംബിൾസ് നീദർ ഓഫ് ദി പേരൻസ്. രണ്ടുപേരെ പോലെ അല്ല. ഓക്കെ, പുതിയൊരു എക്സ്പ്രഷനാണ് കുട്ടിക്ക് കിട്ടിയത്. വേറെ കോഡോമിനൻസിലോട്ട് വന്നാലോ IA IB ചേരുമ്പോൾ IA IB രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുക. സോ റിസംബിൾസ് ബോത്ത് ഓഫ് ദ പേരൻസ്. ഇതിനെ പോലെയാണോ? അതെ, IA ഉണ്ട്. ഇതിനെ പോലെയാണോ? അതെ, IB ഉണ്ട്. സോ രണ്ടും. ഇതാണ് ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അപ്പോൾ കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലിലിസം ആൻഡ് ലോ ഓഫ് ഡോമിനൻസ് ഇൻ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ബയോളജി മൈ പാഷൻ.